നമുക്ക് ശ്രീനാഥ് ചന്ദ്രൻ പാറ്റ്നയിലുണ്ടല്ലേ, പാറ്റ്നയിലെ ശ്രീനാഥ് ചന്ദ്രൻ കൂടുതൽ വെളിച്ചം പരക്കുന്നു ബീഹാറിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം ഈ ആൾക്കാരുടെ നെഞ്ചിൽ നല്ല ഇടിമുഴക്കവും നമ്മൾ കേൾക്കുന്നു. എന്താണ് അവസ്ഥ ശ്രീനാഥ് ചന്ദ്രൻ? ശ്രീനാഥ് ചന്ദ്രൻ ചെവി കുത്തി പിടിക്കണ്ട, കൈ എടുത്തോളൂ. ഓക്കെ, പറഞ്ഞോളൂ. ഇപ്പൊ കൈ എടുത്തു, കണ്ട കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ ചെയ്യും. അതാ ഇവിടെ വലിയ അനൗൺസ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടുത്തെ നടപടിക്രമങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ. അതുകൊണ്ട് കേൾക്കുന്നതിന് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് മുന്നിലുള്ളത് 13 മിനിറ്റുകൾ മാത്രമാണ്. ഇല്ല 13 ഇല്ല, 12 മിനിറ്റ് മാത്രമേ ഉള്ളൂ വോട്ടെണ്ണൽ തുടങ്ങാൻ വേണ്ടി. കൃത്യം 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഞാനിവിടെ വന്ന സമയത്ത് ഏതാണ്ട് 15 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു തണുപ്പ്. ഇപ്പോൾ പോലും നല്ല സൂര്യൻ വെളിച്ചം വന്നിട്ട് പോലും ഇപ്പോൾ പോലും ഒരു 18 ഡിഗ്രിക്ക് മുകളിൽ താപനില പോയിട്ടില്ല. പക്ഷേ ആളുകൾക്ക് ആ ഒരു തണുപ്പൊന്നും അനുഭവപ്പെടുന്നില്ല. കാരണം വോട്ടെടുപ്പിന്റെ ചൂടിലേക്ക് ഈ പ്രദേശം ആകെ മാറിയിട്ടുണ്ട്. ഈ പട്നയിലെ AN കോളേജിന് മുന്നിലേക്ക് എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ആവേശം അവർക്കുണ്ട്. ഒരു ഘട്ടത്തിൽ ഇവിടെ മുദ്രാവാക്യം വിളിയൊക്കെ തുടങ്ങിയ സമയത്താണ് ഇവിടെ നിന്ന് ഏതാണ്ട് 100 മീറ്ററോളം അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ അർദ്ധസൈനിക വിഭാഗം ഇവിടെ കൂടി നിന്ന ആളുകളെയൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മേഖലയിൽ കുറച്ച് പോലീസുകാരും നമ്മൾ കുറച്ച് മാധ്യമപ്രവർത്തകരും മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ ആൾക്കൂട്ടമൊന്നും ഈ സമയമില്ല. നേരത്തെ വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അവരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ തന്നെ വലിയ സുരക്ഷയോടെയാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. 46 കൗണ്ടിംഗ് സെന്ററുകളാണ് സംസ്ഥാനത്താകെയുള്ളത്. 38 ജില്ലകളിലായി ഉള്ളത്. അവിടെയൊക്കെ തന്നെ അർദ്ധസൈനിക വിഭാഗത്തെ അടക്കം വിന്യസിച്ചുള്ള സുരക്ഷാ വിന്യാസത്തിലാണ് വോട്ടെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് എക്സാക്ട് പോൾ ഫലം വരാൻ പോകുന്ന നിമിഷത്തിൽ വലിയ നെഞ്ചെടുപ്പ് അവർക്ക് ഏതായാലും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയം നേടാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം പ്രതീക്ഷയൊക്കെ NDA ക്യാമ്പിൽ ഈ എക്സിറ്റ് പോൾ ഫലം കാരണം ഉണ്ടായിരുന്നു. JDU പ്രത്യേകമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവരുടെ ഗ്രാഫ് യഥാർത്ഥത്തിൽ സീറ്റ് നില അവിടെ തന്നെ നിൽക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയണം. അപ്പൊ ആഷ്മി, വിജയകുമാർ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ആദിൽ പറഞ്ഞിരിക്കുന്നു. SKN ഐ ലവ് യു എന്ന് ആദിൽ പറഞ്ഞിരിക്കുന്നു. ചെറിയ കാര്യമാണ്, ഇല്ലല്ലോ, ചെയ്തോട്ടല്ലേ കാര്യമില്ലല്ലേ. അത് വലിയ വ്യാകരണപ്പിഴവ് കണ്ടെത്തി. അപകടമാണ്. ഞാൻ വരികൾക്കിടയിലൂടെ വായിച്ച് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ മോനിഷ് പറയുന്നറിയോ, SKN ഒരു സ്റ്റൂൾ ഇട്ട് കൊടുക്കാനാണ്. എനിക്ക് എന്നെ ഇരുത്താനുള്ള പരിപാടി. ഈ നമ്മളെ ബീഹാറിലെ ഫലം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ എല്ലാ തെരഞ്ഞെടുപ്പ് ഫലവും സംപ്രേഷണം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് പോലെ അവസാനത്തെ ഫലം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കളരി വിട്ടുപോകൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.